വടക്കാഞ്ചേരി സീനിയർ ചേംബർ സംഘടിപ്പിക്കുന്ന മീറ്റ് ദ കാൻഡിഡേറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് UDF സ്ഥാനാർത്ഥി ശ്രീ PN വൈശാഖാണ്. മുഴുവൻ പ്രേക്ഷകരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം തന്നെ ശ്രീ PN വൈശാഖിനെയും സ്വാഗതം ചെയ്യുന്നു. വൈശാഖ്, എങ്ങനെ പ്രചരണമൊക്കെ എങ്ങനെ പോകുന്നു? എങ്ങനെയുണ്ട് ഈ വോട്ടർമാരുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആളുകളുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടം അത് കൂടുതൽ കാര്യക്ഷമമായി കൊണ്ടു നടക്കാൻ UDF സാധിക്കുമെന്നുള്ളത് ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വാഴാനി പുഴയുടെ വികസനം, പിന്നെ പൊതുവെ ടൗണിൻ്റേതായിട്ടുള്ള ഒരു ടൗൺ, കാരണം മറ്റ് സമീപത്തെ പല പട്ടണങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വടക്കാഞ്ചേരി അന്നും ഇന്നും ഒരുപോലെയാണ്, ഒരു മാറ്റമില്ല. മറ്റ് പല സ്ഥലങ്ങളിലും വികസിച്ചു. വടക്കാഞ്ചേരിക്ക് അങ്ങനെ വികസനം ഇല്ല. ആ ചുരുങ്ങിയ സ്ഥലത്ത് നിന്നുകൊണ്ടുള്ള ഒരു സർക്കസ് പോലെയാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ഇത്തരം കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ്? വടക്കാഞ്ചേരി എന്ന് പറയുന്നത് വടക്കാഞ്ചേരി പട്ടണം മാത്രമല്ല, ഈ നിയോജകമണ്ഡലം വടക്കാഞ്ചേരി നഗരസഭയും 7 പഞ്ചായത്തും ചേർന്നാണ്. തൃശ്ശൂർ നിയോജകമണ്ഡലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം അർബൻ പോപ്പുലേഷനുള്ള നിയോജകമണ്ഡലം അത് വടക്കാഞ്ചേരിയാണ്. 81% അർബൻ കൾച്ചറുള്ള അർബൻ പോപ്പുലേഷനുള്ള നിയോജകമണ്ഡലമാണ് ഈ വടക്കാഞ്ചേരി നിയോജകമണ്ഡലം. പക്ഷേ വടക്കാഞ്ചേരിയുടേതായിട്ടുള്ള മാറ്റങ്ങളോ വടക്കാഞ്ചേരിയുടേതായിട്ടുള്ള ഒരു മുഖച്ഛായ മിനുക്കുന്ന പരിപാടികളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, വടക്കാഞ്ചേരിയിൽ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതിൽ ആദ്യത്തെ മാറ്റം എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ യുവജനങ്ങൾക്ക് കളിക്കാനുള്ള കളിക്കളം അത് ഇന്ന് അന്യം വന്ന് പോയ സ്ഥിതിയാണ്. വടക്കാഞ്ചേരിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ വടക്കാഞ്ചേരി ബോയ്സ് സ്കൂളുണ്ട്. നമ്മളൊക്കെ കളിച്ചിരുന്ന നല്ല പുൽത്തകിടിയായി വളരെ ഭംഗിയായി കളിച്ചിരുന്ന സ്ഥലം. ഇന്നതിൻ്റെ സ്ഥിതി എന്താ? 1 കോടി 2 കോടിയും രൂപയൊക്കെ ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ വെറുതെ പുഴയിലെ മണ്ണ് കയറ്റിയിട്ട് അത് പരത്തി അതിന് 2 കോടി രൂപ എന്ന് പറയുന്നൊരു സ്ഥിതിയാണ്. കളിക്കാൻ പോലും പറ്റാത്ത ഒരു കന്നുകൂട്ട് കണ്ടത്തിൻ്റെ മാതൃകയിലേക്ക് വടക്കാഞ്ചേരി ഗ്രൗണ്ട് മാറി. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും ആവശ്യത്തിനുള്ള കളിക്കളങ്ങളില്ല. അതുകൊണ്ട് ആദ്യത്തെ ഒരു പ്രയോറിറ്റി യുവജനങ്ങൾക്ക് നല്ല കളിക്കളങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ലഹരിയിൽ നിന്നും ഒക്കെ ഉള്ള വിമുക്തി ലഭിക്കും. കൂടുതൽ ആളുകൾ ലഹരി ഉൾപ്പെടെ ഉപയോഗിക്കുന്ന മേഖലയിലേക്ക് പോകാതെ കളിക്കുന്ന മേഖലകളിലേക്ക് തിരിയാൻ ഏറ്റവും അധികം ഉപകാരപ്രദമാവുന്നത് അത് കളിക്കളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. എല്ലാ പഞ്ചായത്തിലും മികച്ച രീതിയിൽ ആധുനിക രീതിയിൽ ഡ്രെയിനേജ് സംവിധാനങ്ങളോടുകൂടി മഴ പെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാവുന്ന രീതിയിലുള്ള ടെക്നോളജികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കളിക്കളങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒരു പ്രയോറിറ്റി. 2, വടക്കാഞ്ചേരിയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ടോ? ഒരു പട്ടണത്തിൻ്റെ ആദ്യത്തെ ഒരു ആവശ്യമെന്ന് പറയുന്നത് ഒരു പാർക്കും ഒരു ടൗൺ ഹാളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ വടക്കാഞ്ചേരിയിൽ നിർഭാഗ്യവശാൽ ഇതൊന്നും നിർമ്മിക്കാൻ ഇതുവരെയുള്ള ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. 10 വർഷമായി പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. 10 വർഷം കഴിഞ്ഞ് വടക്കാഞ്ചേരി നഗരസഭ CPIM ആണ് ഭരിക്കുന്നത്, LDF ആണ് ഭരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഇതുവരെയും ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ട് പറയട്ടെ. വടക്കാഞ്ചേരി പട്ടണം എന്ന് മാത്രമല്ല, വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മേഖലയിലും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് നിർമ്മിക്കുക എന്നുള്ളത് നിർബന്ധമായും ചെയ്യും എന്ന് ഉറപ്പ് ഈ അവസരത്തിൽ നൽകുക.